ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞോ. ഇന്നങ്ങനെ ഈസ്റ്ററിൻ്റെ ആഘോഷമാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ വരും. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ ചെറിയ രീതിയിലുള്ള പ്രിപ്പറേഷനുകളൊക്കെ റെഡിയാക്കുവാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കള്ളപ്പമാണ്. കള്ളപ്പവും നെയ്ച്ചോറും കോഴിയും ബീഫ് ഫ്രൈയും ഒക്കെയായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കള്ളപ്പത്തിന് വേണ്ടി ഞങ്ങൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം പൊന്തി വരുന്നുണ്ട്. അപ്പോൾ കള്ള് ഞാൻ കള്ള് ഞാൻ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. തേങ്ങാവെള്ളത്തിൽ ഒരാഴ്ചയായി തേങ്ങാവെള്ളത്തിൽ പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ച് ഏകദേശം സെറ്റാക്കി ഏകദേശം കള്ളിൻ്റെ രൂപത്തിലാക്കി ഞങ്ങൾ അത് കലക്കി വെച്ചിട്ടുണ്ട്. ഓക്കെയാണ്. പിന്നെ കുറച്ച് വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ജസ്റ്റിൻ്റെ അവിടെ തിരക്കിലാണ്, ഉള്ളിയൊക്കെ പൊളിക്കുന്ന തിരക്കിലാണ്. ബീഫ് ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ചു. ബാക്കി ചിക്കനും ഇത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വട്ടയപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാരണം ഞങ്ങൾ അപ്പത്തിന് അരച്ച് വെച്ച ആ മാവ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. നല്ല കാഷ്നട്ടും കിസ്മസൊക്കെ ഇട്ട് ഉണ്ടാക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. പിള്ളേർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉള്ള പരിപാടിയാണ്. അതൊക്കെ ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത്. അപ്പോൾ അതെടുത്ത് വെച്ച് നമ്മൾ അതിന് കറി വയ്ക്കാനുള്ള പ്രിപ്പറേഷനാണ്. അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഉള്ളി, ടൊമാറ്റോ, കറി ലീവ്സ്, പിന്നെ കൊറിയാണ്ടർ ലീവ്സ് ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊക്കെ അത് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് നമുക്ക് ചിക്കനൊക്കെ മസാല പുരട്ടിട്ടുണ്ട്. മസാല പുരട്ടി ഞങ്ങൾ ഒന്ന് ചെറിയ പീസാക്കുകയാണത്. കുറച്ച് ഞാൻ കട്ട് ചെയ്ത് വെച്ചപ്പോൾ കുറച്ച് വലിയ പീസായിപ്പോയി. അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് ഒന്നുകൂടെ ചെറുതാക്കി അപ്പിയാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ മാറ്റി വെച്ചു ഫ്രൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് പപ്പടം വറക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ പാനൊക്കെ 2 പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാനിൽ ഞങ്ങൾ പപ്പടം പെട്ടെന്ന് തന്നെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തത്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിയുണ്ടല്ലോ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ അനുവാണെങ്കിൽ അവിടെ നിന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഞങ്ങളതിൽ ഫ്രൈ ചെയ്തിട്ട് അപ്പോൾ ഒരു എന്തായിരുന്നൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞങ്ങളതൊക്കെ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചു. അങ്ങനെ പപ്പടത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് ഞങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് 2 പാൻ എടുത്ത് വെച്ച് ചൂടാക്കാൻ. പിന്നെ അതുകൂടാതെ എയർ ഫ്രയറും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടി തീർക്കാൻ പറ്റുമല്ലോ. 2 പാനും എയർ ഫ്രയറും കൂടി ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കത് തീർക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും. കാരണം ഏകദേശം 4 കോഴി ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 6 കിലോയുടെ അടുത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാന്ന് പറയുമ്പോൾ നല്ല സമയം എടുക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങളത് ഫ്രൈ ചെയ്തു. എയർ ഫ്രയർ ആണെങ്കിൽ വലിയ ഫയറാണ്. അതുകൊണ്ടതും പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റി. നല്ല ടേസ്റ്റ് കുറച്ചും ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. അങ്ങനെ ഫ്രൈ ചെയ്ത് വന്നു. അപ്പോൾ എനിക്കൊരു വിഷമം, എൻ്റെ ഫോട്ടോ മാത്രം ഇല്ലല്ലോ ഒന്ന്. അങ്ങനെ ഞാൻ ഫ്രൈ ചെയ്യുന്ന വീഡിയോയും കൂടെ ഇങ്ങനെ എടുപ്പിക്കുന്ന ഒരു ഇതാണിത്. ലാസ്റ്റ് ഇതാണ് കേട്ടോ, അവസാനത്തെ ഘട്ടമാണ്. ഇനി ഞങ്ങളത് ചിക്കൻ കറി വയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിലോട്ട് പാനിലേക്ക് കുറച്ച് പട്ടം പിന്നെ ഓയിലൊക്കെ ഒഴിച്ച് അതിലോട്ട് വെച്ച് പട്ടയും ഗ്രാമ്പുമൊക്കെ ഇട്ട് കുറച്ച് കാഷ്നട്ടും കൂടി ഇട്ട്, കാഷ്നട്ട് ഇട്ടാൽ ഞാൻ കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ. അങ്ങനെ കാഷ്നട്ടും കൂടെ ഒക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അതിലോട്ട് എടുത്തിടുന്നു. അതും ഏകദേശം ഒന്ന് അതിന് ശേഷം നമ്മൾ അതിലോട്ട് അടുത്തിടാൻ പോകുന്നത് ഉള്ളിയാണ്. കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കൂടെ അതിലോട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും. ഉള്ളി കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കാൻ കുറച്ച് താമസമുണ്ട്. അപ്പോൾ ഉള്ളി ഫ്രൈ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ടൊമാറ്റോയൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ടൊമാറ്റോയും പച്ചമുളകും. ഉള്ളി ഏകദേശം ആയി വരുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ അതിലോട്ട് അതിന് വേണ്ട പൊടി ഞങ്ങൾ എടുത്ത് വയ്ക്കുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, പിന്നെ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി ഇതെല്ലാം കൂടി ഒരു പ്ലേറ്റിൽ ഞങ്ങൾ എടുത്തു വെച്ചു. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഉള്ളി നന്നായിട്ട് വാടിക്കഴിയുമ്പോൾ അതിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം ഇത് ഉണ്ടാക്കി വെച്ച് അതിന് ശേഷമാണ് ഞങ്ങൾ നെയ്ച്ചോറിൻ്റെ പരിപാടിയിലേക്ക് തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. അല്ല, അതുകൂടാതെ തന്നെ ഞങ്ങളുടെ അവസാനത്തെ അന്താക്ഷരി ഇട്ട് കണ്ടു കേട്ടോ. അന്താക്ഷരി, അതുകൂടാതെ ഹന്നമ്മളുടെ ഡാൻസ്, പിന്നെ ഞങ്ങളുടെ ഫുഡ് അടി ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക.
சாயும் தோள் மேல் வேறாரும் சாய்ந்தாலே தகுமா நீரும் சிங்குலச்சேரும் கலந்தது போலே கலந்தவளா முன்பேவாயும் அன்பேவா கூடவா உயிரேவா முன்பேவாயும் அன்பேவா பூப்புவாய் பூப்புவாய். എനിക്ക് 1000, അമ്മയ്ക്ക് 0, അല്ല അമ്മയ്ക്ക് 100, നിനക്ക് 500, ചേച്ചിക്ക് 0. ഈ ആ ചോറും കൂടെ വാങ്ങി വരുമ്പോൾ ചോദിച്ചു